ഹരേ കൃഷ്ണ. ബ്രഹ്മാവിൻ്റെ ഹുങ്കാരത്തിൽ നിന്നും ജനിച്ച ഒരു പശുവാണ് സുരഭി. ഈ ദിവ്യധേനു പ്രായപൂർത്തി എത്തിയതോടെ അവളുടെ നിറഞ്ഞ വക്ഷസ്ഥലത്തു നിന്നും പാൽ ഇറ്റിറ്റു വീണ് ഭൂമിയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ക്രമേണ അത് വർദ്ധിച്ച് ക്ഷീരസാഗരമായി രൂപപ്പെട്ടു. അധികം കഴിയുന്നതിനു മുമ്പ് തന്നെ സുരഭിക്ക് സുരൂപ, ഹംസിക, സുഭദ്ര, സർവകാമദുക് എന്നിങ്ങനെ 4 കന്യകമാർ ജനിച്ചു. മാതാവിനെ പോലെ തന്നെ പ്രായപൂർത്തി എത്തിയതോടെ ഈ സുരഭി കന്യകകളുടെ വക്ഷസ്ഥാനവും പാല് തൂകി തുടങ്ങി. അതോടുകൂടി ക്ഷീരസാഗരത്തിൻ്റെ പരപ്പ് വർദ്ധിക്കുകയും പാലിൻ്റെ പത തിരകളായി 4 ദിക്കുകളിലേക്കും ചെന്നെത്തുകയും ചെയ്തു. ക്രമേണ ക്ഷീരസാഗരത്തിൻ്റെ നുര ശിവഭൂമിയിലും ചെന്നെത്തി. എന്നാൽ തൻ്റെ വാസസ്ഥാനം പാലിനാൽ നനയുന്നത് പരമേശ്വരന് ഇഷ്ടമായില്ല. അല്പകാലം കഴിഞ്ഞതോടെ കൈലാസം മുഴുവൻ ക്ഷീരത്താൽ നനഞ്ഞു കുതിർന്നു. ഇതോടെ പരമശിവൻ അത്യധികം കുപിതനായിത്തീർന്നു. അദ്ദേഹം അഗ്നിസമാനമായ തൻ്റെ 3-ാം കണ്ണ് തുറന്ന് പശുക്കളെ നോക്കി. ഭഗവാന്റെ നേത്രകിരണങ്ങൾ ഏറ്റതോടെ അന്നുവരെ ധവളവർണ്ണം മാത്രമായിരുന്ന പശുക്കൾ പല നിറക്കാരായി തീർന്നു. ഭയചകിതരായ പശുക്കൾ സുരഭിയുടെ നേതൃത്വത്തിൽ ചന്ദ്രദേവനെ അഭയം പ്രാപിച്ചുകൊണ്ട് പറഞ്ഞു: ചന്ദ്രദേവ, ചന്ദ്രചൂഡന്റെ നേത്രാഗ്നിയിൽ നിന്നും നമ്മെ രക്ഷിച്ചാലും. സുരഭി മാതാവേ, പരമേശ്വരന്റെ നേത്രാഗ്നി ചെറുക്കാൻ എനിക്ക് സാധിക്കുന്നതല്ല. പക്ഷേ അവിടുത്തെ അപേക്ഷ സ്വീകരിക്കാതിരിക്കാനും എനിക്കാവുന്നതല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രദേവൻ തൻ്റെ ശിശിരകിരണത്തിനുള്ളിൽ സുരഭിയെയും പശുക്കളെയും ഒളിപ്പിച്ചു നിർത്തി. എന്നാൽ ചന്ദ്രദേവന്റെ ഭയം തന്നെ യാഥാർത്ഥ്യമായി വന്നു. പരമേശ്വരന്റെ നേത്രാഗ്നി ചന്ദ്രകിരണങ്ങളിലും ചെന്നു ചേർന്നു. സുരഭിയും ധേനുക്കളും വിലപിച്ചു തുടങ്ങി. അവരുടെ ദുഃഖത്തിൽ മനമലിഞ്ഞ പ്രജാപതികൾ പരമേശ്വരനെ സാന്ത്വനിപ്പിച്ചു. പരമേശ്വര, സുരഭി മാതാവിനോടും അവരുടെ പുത്രിമാരോടും അങ്ങ് ക്ഷമിച്ചാലും. ദേവേശ്വര, അനുവാദമില്ലാതെ അങ്ങയുടെ ദേശത്ത് പ്രവേശിച്ച ക്ഷീരസാഗര അലകൾ ഉടൻ പിന്തിരിയുന്നതായിരിക്കും. അതനുസരിച്ച് ശിവൻ തൻ്റെ നേത്രാഗ്നി പിൻവലിച്ചു. സുരഭിയും ധേനുക്കളും സന്തുഷ്ടരായി തീർന്നു. അനന്തരം സുരഭി ഒരു കാളയെ സൃഷ്ടിച്ച് ഭഗവാന് നൽകി ഇപ്രകാരം അരുളി ചെയ്തു: മഹേശ, അവിടുത്തെ കാരുണ്യം അനുപമമാണ്. പ്രഭോ, അവിടുത്തെ കാരുണ്യത്തിന് ഒരു ഉപഹാരമായി ഈ വൃഷഭത്തെ സ്വീകരിച്ചാലും. മഹേശ, അവിടുത്തെ വാഹനമായി ത്രിലോകങ്ങളിലും ഇവൻ സഹചരിക്കുന്നതായിരിക്കും. വൃഷഭത്തെ വാഹനമായി സ്വീകരിക്കുന്ന അങ്ങ് ഇനി മുതൽ വൃഷഭധ്വജനെന്നും വൃഷഭാംഗൻ എന്നും അറിയപ്പെടുന്നതായിരിക്കും. പരമേശ്വരൻ സംപ്രീതിയോടെ സുരഭി സമ്മാനിച്ച വൃഷഭത്തെ സ്വീകരിച്ചു. അന്നു മുതൽക്ക് ഭഗവാൻ ശിവശങ്കരൻ വൃഷഭധ്വജനെന്നും വൃഷഭാംഗൻ എന്നും വിഖ്യാതനായി തീർന്നു. ഹരേ കൃഷ്ണ.